തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം ജനുവരി 13 ചൊവ്വാഴ്ച സമാപിക്കും. ശ്രീ പാർവതി ദേവിയെ ദർശിക്കുവാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും സ്ത്രീ പുരുഷ ഭേദമന്യേ ലക്ഷക്കണക്കിന് ഭക്തരാണ് തിരുവൈരാണിക്കുളത്ത് എത്തിമടങ്ങുന്നത്. ഒരു റിപ്പോർട്ട്. പട്ടുചുറ്റി തിരുവാഭരണങ്ങളും കേശാലങ്കാരങ്ങളും പുഷ്പാലങ്കാരങ്ങളുമായി ദീപപ്രഭയിൽ വിളങ്ങി നിൽക്കുന്ന ശ്രീ പാർവതി ദേവിയുടെ തിരുസ്വരൂപം ഒരു നോക്ക് ദർശിക്കുവാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പതിനായിരങ്ങളാണ് തിരുവൈരാണിക്കുളത്തേക്ക് എത്തിച്ചേരുന്നത്. വർഷങ്ങളായി വന്നവർക്ക് പോലും ആദ്യ ദർശനത്തിന്റെ അനുഭൂതിയാണ് ഇവിടെ ലഭിക്കുന്നത്. തങ്ക തിരുമുഖത്ത് തിലകക്കുറി ചൂടി അഭീഷ്ടവരദായിനിയായി കുടികൊള്ളുന്ന ശ്രീ പാർവതി ദേവിയെ വർഷത്തിൽ 12 ദിവസം മാത്രമേ ദർശിക്കാനാകൂ എന്നതാണ് തിരുവൈരാണിക്കുളത്തെ പ്രത്യേകത. ഭക്തജനങ്ങളെ, ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല്യവരദായിനിയായ ശ്രീ പാർവതിയുടെ നടതുറപ്പ് മഹോത്സവം ജാനുവരി 2 ആരംഭിച്ച് ഇന്ന് 8 ദിവസം പിന്നിടുകയാണ്. ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ ഈ 8 ദിവസം കൊണ്ട് ഇവിടെ ദർശനം നടത്തി കഴിഞ്ഞു. എല്ലാ ഭക്തജനങ്ങൾക്കും സൗകര്യപൂർവ്വം ദേവീ ദർശനം നടത്താനുള്ള സൗകര്യങ്ങൾ ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെയും ജനറൽ ക്യൂ സംവിധാനത്തിലൂടെയും ദേവീ ദർശനം നടത്താവുന്നതാണ്. അതുകൊണ്ട് ഈ സംവിധാനങ്ങളോട് എല്ലാ ഭക്തജനങ്ങളും സഹകരിക്കണമെന്ന് ക്ഷേത്ര ട്രസ്റ്റിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഓരോ ദിവസവും വേറെ വേറെ പട്ടുടയാടകളാണ് ദേവിക്ക് ചാർത്തുന്നത്. ഒരു ശ്രീകോവിലിനുള്ളിൽ എതിർദിശകളിൽ അനഭിമുഖമായി ശ്രീ മഹാദേവനും ശ്രീ പാർവതി ദേവിയും കുടികൊള്ളുന്നു എന്നതാണ് തിരുവൈരാണിക്കുളത്തെ പ്രത്യേകത. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ നട തുറന്ന് 12 ദിവസക്കാലം മാത്രമാണ് ശ്രീ പാർവതി ദേവി ഭക്തർക്ക് അനുഗ്രഹമരുളുന്നത്. ഈ നടതുറപ്പ് വേളയിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ഒട്ടനവധി ഭക്തജനങ്ങളാണ് ഈ ദേവി സന്നിധിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രസന്നിധിയിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യപൂർവ്വം ദർശനം നടത്തുകയും വഴിപാട് ചെയ്യുവാനും ഉള്ള സൗകര്യങ്ങൾ ക്ഷേത്ര ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേവിയുടെ നടയിൽ ദേവിയുടെ പ്രധാന വഴിപാടുകളിലൊന്നായ മഞ്ഞൾപ്പറ നിറയ്ക്കുന്നതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. മഹാദേവൻ്റെ നടയ്ക്കൽ എള്ളുപറ നിറയ്ക്കുന്നതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം വിവിധ കൗണ്ടറുകളാണ് ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. കൂടാതെ ശാസ്താവിന് എള്ളുതിരി, നാളികേരം, ഗണപതിക്ക് ഒറ്റയപ്പം, നേദിച്ച അരവണ, അപ്പം, അവിൽ ഇതെല്ലാം ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിനുള്ള സൗകര്യത്തിൽ കൗണ്ടറുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഭക്തജനങ്ങൾ സൗകര്യപൂർവ്വം വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നടതുറപ്പ് ഉത്സവം ആരംഭിച്ച ആദ്യ ദിവസം മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തെത്തുന്നവരുടെ എണ്ണവും അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഭക്തജന തിരക്ക് ഏറെയുണ്ടെങ്കിലും ഓരോ ഭക്തനും സുഗമമായി ദർശനവും വഴിപാടുകളും നടത്തി മടങ്ങുന്നതിനുള്ള സൗകര്യമാണ് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ചരിത്ര പ്രസിദ്ധമായ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലുള്ള ശ്രീ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം ഇന്ന് 8ാം ദിനമായ ഇന്ന് നല്ല രീതിയിലുള്ള ഒരു ഭക്തരുടെ സഹകരണമാണ് ഭക്തർ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിശാലമായ 7 പാർക്കിംഗ് ഗ്രൗണ്ടുകളും തന്നെയുമല്ല 300ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഏകദേശം 400-450 വാളണ്ടിയേഴ്സും അടങ്ങുന്ന ഒരു സുരക്ഷാ സംവിധാനമാണ് ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നവർക്ക് വൈദ്യസഹായം നൽകുന്നതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആസ്പത്രി ഗൗരി ലക്ഷ്മി ഹോസ്പിറ്റൽ അതിന് സജ്ജമായി ഒരുങ്ങിയിരിക്കുകയാണ്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും മാത്രമല്ല ഫയർഫോഴ്സ്,
സ്കൂബ ഡൈവിംഗ് അങ്ങനെയുള്ള ഒരുപാട് സേവനമനുഷ്ഠിക്കാൻ വന്നിരിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഈ ക്ഷേത്രത്തിൽ വിവിധ മേഖലകളിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രവർത്തിക്കുന്നവർ ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് ഒരു യൂണിറ്റ് തന്നെ രൂപീകരിച്ച് പോലീസ് ഹെഡ് പോസ്റ്റ് എന്നിവയും ഈ ക്ഷേത്രത്തിനകത്ത് സജ്ജമാക്കിയിട്ടുണ്ട്. വരുന്ന ഭക്തജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ കൊണ്ട് ദർശനം നടത്തി ദേവീ ദർശനം നടത്തി സായുജ്യം അണഞ്ഞു പോകാനായിട്ടുള്ള സംവിധാനം ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയതുകൊണ്ട് ട്രസ്റ്റ് സെക്രട്ടറി എൻ മോഹനൻ, പ്രസിഡന്റ് എ മോഹൻകുമാർ, പബ്ലിസിറ്റി കൺവീനർ MS അശോകൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ദേവിക്ക് പട്ടും താലിയും ചാർത്തൽ, മഞ്ഞൾപ്പറ, മഹാദേവന് എള്ളുപറ എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ഇതുകൂടാതെ ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് അന്നദാനവും നൽകി വരുന്നു. 13-ാം തീയതി രാത്രി 8 മണിക്ക് തിരുനട അടയ്ക്കുന്നതോടെ ഈ വർഷത്തെ നടതുറപ്പുത്സവത്തിന് സമാപനം കുറിക്കും. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി, പെരുമ്പാവൂർ.